നമസ്തേ. അമിതമായിട്ടുള്ള ചൂട് കാരണം ലൊക്കേഷനൊക്കെ ഒന്ന് മാറ്റേണ്ടി വന്നു. വീഡിയോയിൽ എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് മുൻകൂട്ടി ഒരു ക്ഷമാപണം നടത്തുകയാണ്. നമ്മളെല്ലാവരും ഈ ഒരു ചൂടേറിയ കാലാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ആ ചൂട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ എന്ന് പറയുന്ന വ്യക്തി മറ്റുള്ളവർ അല്ലെങ്കിൽ സൊസൈറ്റി എങ്ങനെയാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണോ നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്, അവരെങ്ങനെയാണോ നമ്മളെ കാണുന്നത്, അതിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ളൊരവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ജീവിതം മാറിപ്പോകുമെന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈൻഡ് ഓഫ് ഒരു ഹിപ്നോസിസിലേക്ക് പോകുന്നത് പോലെ, നമ്മൾ ഒരു വ്യക്തി മറ്റുള്ളവരെ ഹിപ്നോട്ടിസം ചെയ്യുന്നതിന് പകരം നമ്മളെ ഒരു സൊസൈറ്റി ഹിപ്നോസിസ് ചെയ്യുന്നത് പോലെ. അത് ചിലപ്പം ടെലിവിഷനിലൂടെ ആയിരിക്കാം, പലതരത്തിലുള്ള പരസ്യങ്ങൾ കാണിക്കുന്നു, അല്ലെങ്കിൽ ജീവിത നിലവാരം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാണ് എന്നൊക്കെ മാധ്യമങ്ങൾ നമ്മുടെ മുന്നിൽ കാണിച്ചു തരികയാണ്, സിനിമകൾ നമ്മുടെ മുന്നിൽ കാണിച്ചു തരികയാണ്. അപ്പോൾ പല ആളുകളും വിചാരിക്കുന്നത് ഈ രീതിയിലാണ് പോകേണ്ടത്. ഒരു ബർത്ത്ഡേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്, ഒരു വിവാഹം നടത്തുകയാണെങ്കിൽ അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പല സമയത്തും ഈ സൊസൈറ്റി ഉണ്ടാക്കുന്ന ഈ ഒരു മിഥ്യയുണ്ടല്ലോ, ഞാനതിനെ മിഥ്യ എന്നാണ് വിളിക്കുന്നത്, ഇല്യൂഷൻ. ആ ഇല്യൂഷൻ കാണുന്ന സമയത്ത് അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ യഥാർത്ഥത്തിലുള്ള പേഴ്സണാലിറ്റീനെ അടിച്ചമർത്തി വെച്ചിട്ട് ഇതിന് കോൺഗ്രുവൻ്റ് ആകുന്ന രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റീനെ നമ്മൾ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെവിടെയോ യഥാർത്ഥത്തിലുള്ള ഞാൻ ഞെരുങ്ങിപ്പോവുകയാണ്. അപ്പോൾ ആ റിയൽ സെൽഫിനെ കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥയിൽ, അതിനെ അടിച്ചമർത്തുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഐഡിയൽ സെൽഫിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക? പക്ഷേ വളരെ കുറഞ്ഞ വ്യക്തികൾ അവരുള്ളിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിപരമായിട്ടും ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലും വിശകലനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകുന്ന സമയത്ത് എൻ്റെ ഐഡിയൽ സെൽഫിനെ എനിക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കുന്നു, എൻ്റെ റിയൽ സെൽഫിനെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിൽ ഉള്ള അന്തരത്തിനെ കുറച്ചുകൊണ്ട് ഞാൻ എന്താണോ എന്നെ പ്രതി സ്വപ്നം കാണുന്നത്, അതിലുപരി എൻ്റെ പൂർവ്വ പിതാമഹന്മാർ അല്ലെങ്കിൽ എൻ്റെ ആത്മാവ് എന്താണോ കാക്ഷിക്കുന്നത് അതിലേക്ക് എനിക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയാണ്. അപ്പം നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് ഈ ഒരു ജന്മത്തിൽ മാത്രമായിട്ട് രൂപപ്പെട്ട ഒന്നല്ല. മുൻ ജന്മങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മുമ്പുള്ള അവസ്ഥകളും ഇതിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എങ്ങനെ ഞാൻ എൻ്റെ റിയൽ സെൽഫും ഐഡിയൽ സെൽഫുമായിട്ടുള്ള അന്തരം കുറച്ചുകൊണ്ട് എൻ്റെ ഐഡിയൽ സെൽഫിലേക്ക്, അതായത് പ്രപഞ്ചം അല്ലെങ്കിൽ സൃഷ്ടാവ് എന്നെ പ്രതി ആഗ്രഹിക്കുന്നതായിട്ടുള്ള എൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷനിലേക്ക് ഞാൻ എത്തുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെ നമുക്ക് ആത്മപരിശോധന ചെയ്യാനായിട്ട് സാധിക്കും, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ നിങ്ങളിലേക്ക് അടുക്കുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങൾ തന്നെ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്രൂവൽ വേണ്ടാത്തതായിട്ടുള്ള ഒരു ശാന്തത കടന്നു വരുന്നു എന്നുള്ളതാണ്. ആളുകൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആകുലപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ അമിതമായിട്ട് ചിന്തിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ ബോധറല്ലാത്ത പക്ഷത്ത് പോലും എനിക്ക് ശാന്തത കൈവരുന്നു. സാധാരണ മനുഷ്യർ സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ ഞാൻ സാറ്റിസ്ഫൈ ചെയ്തു എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടാകുന്ന സമയത്ത് ആ ധാരണ തന്നെ ഒരു മിഥ്യയാണ്. അപ്പോൾ അങ്ങനെ ഒരു ധാരണ ഉണ്ടാകുന്ന സമയത്താണ് അവർക്ക് ഒരു താൽക്കാലികമായിട്ടുള്ള നൈമിഷികമായിട്ടുള്ള ഒരു കാംനെസ് അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ചെയ്തു, ഞാൻ സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് എത്തി എന്നൊക്കെയുള്ള ഒരു മിഥ്യാ ഫീലിംഗ് ഉണ്ടാകുന്നത്. ആ ഫീലിങ്ങിൻ്റെ സുഖത്തിൽ അങ്ങനെ കുറച്ച് നാൾ പോകും. പക്ഷേ വീണ്ടും യാഥാർത്ഥ്യം നമ്മളുടെ വാതിലിൽ വന്നിങ്ങനെ മുട്ടുന്ന സമയത്ത് വീണ്ടും നമുക്ക് എന്തോ അഭാവമുണ്ടല്ലോ, എന്തോ ഒരു കുറവ് എനിക്കുണ്ടല്ലോ, ഞാൻ എത്തിച്ചേർന്നിട്ടില്ലല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിലുള്ള ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് എൻ്റെ മറ്റുള്ളവരെ പ്രൂവ് ചെയ്യണം എന്നുള്ള എൻ്റെ ആ ഒരു ആഗ്രഹം മാറിപ്പോയി, അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യാതെ തന്നെ എനിക്ക് എന്നിൽ തന്നെ ശാന്തത കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. വളരെ മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണത്. എനിക്ക് എൻ്റെ ആയിരിക്കുന്ന അവസ്ഥയിൽ ശാന്തത കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. എനിക്ക് വില ഉണ്ടാകാൻ വേണ്ടി ഞാൻ ജാടയിടേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അവരെൻ്റെ പിറകെ വരട്ടെ എന്ന് പറഞ്ഞ് ഈഗോ അടിസ്ഥാനത്തിൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊന്നുമില്ല. എന്താണോ യഥാർത്ഥത്തിലുള്ള ഞാൻ, ആ അവസ്ഥയിലായിരിക്കുന്ന സമയത്ത് കിട്ടുന്ന ശാന്തതയാണ് ജെനുവിൻ ആയിട്ടുള്ള ശാന്തത. അല്ലാത്തത് ഒരു മിഥ്യയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ആളുകൾ എന്ത് ചിന്തിക്കുമെന്നുള്ള ആ ചിന്തയുണ്ടല്ലോ, അതിൻ്റെ അലട്ടൽ നമ്മളിൽ നിന്ന് വിട്ടുമാറും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് കുറയുമെന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് അപ്പുറത്തേക്ക് നമ്മൾ നമ്മളെ തന്നെ തിരഞ്ഞെടുക്കുന്നു. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അൺനെസസറി ആയിട്ടുള്ള ആളുകൾ, ശീലങ്ങളൊക്കെ നമ്മളെ വിട്ടുപോവാണ്. നമ്മൾ പ്രപഞ്ചവുമായിട്ട് അലൈൻമെൻറ്റിലേക്ക് പോകുന്ന സമയത്ത്
അൺനെസസറി ആയിട്ടുള്ള എല്ലാ കണക്ഷൻസും പതിയെ പതിയെ കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലതൊക്കെ നമ്മളെ വിട്ടുപോകുന്ന സമയത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടും വേദനയും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മൾ അലൈൻമെന്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഒന്നിനെയും പിടിച്ചു നിർത്തുന്നില്ല, നമ്മളിൽ നിന്ന് പോകുന്നത് പോകട്ടെ എന്നുള്ളതാണ്. നമ്മൾ ഫോഴ്സ് ഇല്ലാതെ ഡിസ്കണക്ട് ആകുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലൈൻമെന്റ് റിമൂവ്സ് വാട്ട് ഈസ് ഡെസിൻഡ് ഫിറ്റ് എന്നാണ് പറയുന്നത്. പ്രപഞ്ചവുമായിട്ട് ഈ സ്വരച്ചേർച്ചയിൽ എത്തുന്ന സമയത്ത് നമ്മുടെ അച്ചടക്കം അല്ലെങ്കിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു പ്രകൃതിദത്ത പ്രതിഭാസമായിട്ട് മാറുകയാണ്. അല്ലാത്ത സമയത്തൊക്കെ ഡിസിപ്ലിൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് വെറുപ്പ് പിടിക്കും. കാരണം എന്താ, ഇത് അധ്യാപകരും പേരൻസും ഒക്കെ ചെറുപ്പം തൊട്ടേ പറഞ്ഞ് നമ്മളോട് അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് മുതിർന്നു കഴിയുന്ന സമയത്ത് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തന്നെ നമ്മുടെ മേൽക്ക് ഡിസിപ്ലിൻ എന്ന് പറയുന്ന സംഗതി അടിച്ചേൽപ്പിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പ്രപഞ്ചവുമായിട്ട് അലൈൻമെന്റിലേക്ക് വന്ന് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഐഡിയൽ സെൽഫിലേക്ക് അടുക്കുന്ന സമയത്ത് ഈ അലൈൻമെന്റ് കറക്റ്റ് ആകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ഭവിക്കുന്ന ഒരു സംഗതിയായിട്ട് മാറുകയാണ്. അതിനുവേണ്ടി നമ്മളെ തന്നെ അടിച്ചമർത്തുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും നമുക്ക് വരുന്നില്ല. നാച്ചുറലി അത് നേരത്തെ പറഞ്ഞ പോലെ അലൈൻ ആകുന്നത് കൊണ്ട് തന്നെ ഫിറ്റിൻ ആയിട്ട് മാറുകയാണ്. അതിന് നമ്മൾ എക്സ്റ്റേണൽ മോട്ടിവേഷൻ ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. പല സമയത്തും നമ്മൾ പുറത്തു നിന്നൊക്കെ മോട്ടിവേഷൻ എടുക്കും. എക്സ്ട്രിൻസിക് മോട്ടിവേഷനും ഇൻട്രിൻസിക് മോട്ടിവേഷനും ഉണ്ട്. എക്സ്ട്രിൻസിക് മോട്ടിവേഷനേക്കാൾ എത്രയോ പവർഫുള്ളാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. കാരണം ഈ ഡിസിപ്ലിൻ നമ്മുടെ റൊട്ടീനായിട്ട് മാറുന്ന സമയത്ത് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അതായിട്ട് മാറുകയാണ്. ദാറ്റ് ഈസ് അവർ റൊട്ടീൻ ബിക്കംസ് അവർ ഐഡന്റിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും. കർമ്മയോഗി എന്ന് പുറത്തുള്ള ആളുകൾ നമ്മളെ നോക്കി വിളിക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നും, ഞാൻ എൻ്റെ കർമ്മം നന്നായി ചെയ്യുന്നു, എൻ്റെ ജോലി നന്നായി ചെയ്യുന്നതിലുള്ള എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അതെന്നെ ബോസ് അഭിനന്ദിച്ചത് കൊണ്ടല്ല, അതിനപ്പുറത്തേക്ക് ഞാൻ ചെയ്യുന്നതെന്തോ അത് ആസ്വദിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. അപ്പം ഞാൻ വീണ്ടും എൻ്റെ ഐഡിയൽ സെൽഫിലേക്ക് അടുക്കുകയാണ്. ഏതൊരു മനുഷ്യനും കൊതിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവൻ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തിനെ അവൻ ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റണമെന്നുള്ളതാണ്. അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ ഈ അധ്വാനം എന്നുള്ള വാക്കൊക്കെ അവിടെ മാറിപ്പോവുകയാണ്. അതിന് പകരം അത് നമ്മളൊരു കർമ്മമായിട്ട്, ഒരു ഡിസിപ്ലിനായിട്ട്, ഒരു റൊട്ടീനായിട്ട് മാറുന്ന സമയത്ത് നമ്മളെ മറ്റുള്ളവർ ഐഡന്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഒരു മേഖലയിൽ പേരും പ്രശസ്തിയും പെരുമയും എത്തിച്ചേരുന്നത്. അടുത്തതായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് ഐഡിയൽ സെൽഫിനോട് അടുക്കും തോറും നമ്മളോട് തന്നെ കൂടുതൽ അടുക്കുകയാണ്. നമ്മുടെ ഒരു സെൽഫ് ഐഡന്റിഫിക്കേഷൻ, നമ്മളുടെ ഒരു സെൽഫായിട്ടുള്ള നമ്മളെ തന്നെ കാണുന്ന അവസ്ഥയ്ക്ക് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവുകയാണ്. സെൽഫ് ട്രൂത്ത് എന്ന് പറയുന്നതാണ് റിയൽ ഗ്രോത്ത് എന്ന് ഞാനിവിടെ പറയുകയാണ്. അപ്പം നമ്മൾ എക്സ്ക്യൂസ് പറയുന്നത് കുറയും. ചിലപ്പോൾ നമ്മളോട് തന്നെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ ചുറ്റിനുള്ള ആളുകളോട് എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ മേലധികാരികളോട് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റിനോട് പല രീതിയിലുള്ള എക്സ്ക്യൂസുകൾ പറഞ്ഞ് രക്ഷപ്പെടുന്ന അവസ്ഥയിൽ നിന്നൊക്കെ നമ്മൾ മാറി നമ്മുടെ എക്സ്ക്യൂസസ് കുറയും. കാരണം എന്താണ്, നമ്മൾ കർമ്മത്തിൻ്റെ പാതയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെ. അതുപോലെ തന്നെ പലപ്പോഴും മനുഷ്യൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാരിലായിരിക്കും. സാധാരണ ആൾക്കാരുടെ ഒരു പ്രശ്നമാണത്. വേറെ ആൾക്കാരെ ഫോക്കസ് ചെയ്യും. അവൻ അല്ലെങ്കിൽ അവൾ വളരുന്നുണ്ടോ, അതുപോലെ എനിക്ക് ആകാനായിട്ട് സാധിച്ചിട്ടുണ്ടോ. ഈ ഫോക്കസ് ചെയ്യുന്ന എന്തിനാണ്? കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയാണ്. അതൊരു ഇന്നേറ്റ് ടെൻഡൻസി ആയിട്ട് ഇങ്ങനെ നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള റോങ് ആയിട്ടുള്ള ഒരു ചിന്താരീതിയാണ്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് യഥാർത്ഥത്തിൽ കമ്പയർ ചെയ്യേണ്ടതുണ്ടോ, അതോ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിയിട്ട് എൻ്റെ കുറവുകളെ അഴിച്ചു പണിതുകൊണ്ട് എൻ്റെ ഇന്നലകളിലെ എന്നെ കൂടുതൽ ബെറ്റർ ആക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നുള്ളത് ഒരുപാട് വീഡിയോയിൽ ഞാൻ പങ്കുവച്ചിട്ടുള്ള ഒരു സെയിം തോട്ടാണ്. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്നു, നമുക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള ഫോക്കസ് മാറ്റിയിട്ട് കമ്പാരിസൺ സ്വഭാവമൊക്കെ കുറച്ചിട്ട് നമ്മളെ തന്നെ റീബിൽഡ് ചെയ്യുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ടും സാധിക്കുന്നു എന്നുള്ളത് ഈ ഐഡിയൽ സെൽഫിലേക്ക് നമ്മൾ അടുക്കുന്നതിൻ്റെ അടുത്തതായിട്ടുള്ള ഒരു മഹത്തരമായിട്ടുള്ള ഒരു അടയാളമാണ്. ചെറിയ കാര്യങ്ങളിൽ റിയാക്ട് ചെയ്യില്ല എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള കാര്യം. ആരാണ് എപ്പോഴും ഈ ചെറിയ കാര്യങ്ങളിൽ റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊവോക്ക് ആകുന്നത്? യഥാർത്ഥത്തിൽ അവനിൽ തന്നെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത, അവനിൽ തന്നെ സ്റ്റെബിലിറ്റി ഇല്ലാത്ത, ഇൻസെക്യൂർ ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് എപ്പോഴും മറ്റുള്ള ചെറിയ കാര്യങ്ങളിൽ എപ്പോഴും പ്രൊവോക്ക് ചെയ്യുന്നതും റിയാക്ട് ആകുന്നതും. നിങ്ങളിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് അടുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും പ്രൊവോക്ക് ചെയ്യേണ്ട, ഇമോഷണൽ റിയാക്ഷൻ നടത്തേണ്ട ആവശ്യമില്ല. കാരണം വി നോ വാട്ട് ഈസ് ട്രൂത്ത്, എന്താണ് സത്യം എന്നുള്ളത് നമുക്കറിയാമെന്നുള്ളതാണ്. അങ്ങനെ ആകുന്ന സമയത്ത് കാംനെസ് ആണ് നമ്മുടെ ഒരു ഡിഫാൾട്ട് സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ള മഹത്തരമായിട്ടുള്ള ഒരു കാര്യം, എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ കുറയുന്നു എന്നുള്ളതാണ്. പലപ്പോഴും മനുഷ്യന് ഞാൻ അടുത്തതായിട്ട് എന്ത് ചെയ്യണം, ഞാൻ അടുത്തതായിട്ട് എന്ത് പഠിക്കണം, എന്ത് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ മറ്റെന്ത് രീതിയിൽ ഞാൻ മുന്നോട്ട് പോകണം, ഇത് എപ്പോഴും നമ്മൾ പുറമേ ഉള്ള ആൾക്കാരോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെക്കാളും അറിവും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതായിട്ടുള്ള വ്യക്തികളോട് ചോദിച്ച്
അവരുടെ അഭിപ്രായം കേട്ടിട്ട് അവസാനം നമ്മൾ വലിയ കുഴിയിലേക്ക് പോയി ചാടും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഐഡിയൽ സെൽഫിനോട് അടുക്കുന്ന സമയത്ത് വാട്ട് ഈസ് നെക്സ്റ്റ്, ഇനി ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്നുള്ള ഗൈഡൻസ് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും. എന്ത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷൻ കുറയുന്നു. അതിനു പകരം നമുക്ക് ഡയറക്ഷൻ അല്ലെങ്കിൽ മാർഗനിർദ്ദേശം എന്ന് പറയുന്ന ഉള്ളിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ആ മാർഗനിർദ്ദേശം നമ്മുടെ ഡൗട്ടിനെ റീപ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആവുകയല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ റിയൽ ആവുകയാണ് വേണ്ടത്. അപ്പോൾ റിയൽ ആൻഡ് യുണീക്ക് എന്നുള്ള അവസ്ഥയിൽ പോകുമ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയും നമ്മുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ നമുക്ക് നൽകാനായിട്ട് സാധിക്കും. മറ്റുള്ളവർ ഒരു വഴി കൂടെ പോയി വിജയിച്ചു എന്ന് കരുതി നമ്മൾ അതിലേ പോകുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. നമ്മുടെ വഴി എന്താണ് എന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിലേ പോകുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ വിജയത്തിലേക്ക് സഞ്ചരിക്കുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യാഥാർത്ഥ്യമാവുക, നമ്മൾ നമ്മളിൽ തന്നെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആകുന്നു, സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. നമ്മുടെ മുന്നിലേക്ക് വരുന്ന തടസ്സങ്ങളെയൊക്കെ കൃത്യമായിട്ടുള്ള ബൗണ്ടറികൾ സെറ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള കീടങ്ങളെയൊക്കെ അകറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ എനർജി ഊറ്റിക്കുടിക്കാൻ വരുന്ന എനർജി വാമ്പേഴ്സിനെയൊക്കെ നമ്മൾ സ്പിരിച്വലി നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. നീതിബോധത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളെ കർമ്മത്തിൽ കറക്റ്റായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കുത്തകയായിട്ട് മാറുമെന്നുള്ളത് ഞാനിവിടെ ഒരു ഉറപ്പ് പറയുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കട്ടെ. അല്ലെങ്കിൽ നമ്മുടെ റിയൽ സെൽഫിൽ നിന്ന് ഐഡിയൽ സെൽഫിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുന്നതിനെ നമുക്ക് എത്രമാത്രം തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ നമുക്ക് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞത്. അപ്പം നമുക്ക് നമ്മളിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും വിജയം. നമുക്ക് നമ്മുടെ ഐഡിയൽ സെൽഫിലേക്ക് എല്ലാവർക്കും അതിലേക്ക് എത്താനായിട്ടുള്ള വിളിയുണ്ട്. പക്ഷേ കുറച്ചു പേർ മാത്രമേ ആ വിളി കേൾക്കുന്നുള്ളൂ. നിങ്ങളുടെ തോട്ട്സ് ഇതിനെ പ്രതി ഉള്ളത് എന്താണ് എന്നുള്ളത് നിങ്ങൾ പങ്കുവെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്തേ.